സങ്കീർത്തനങ്ങൾ 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഓർമ്മിക്കുക, വിശുദ്ധ മരിയ ഗോരിത്തിയുടെ ഓർമ്മദിനമാണിന്ന്. ഇറ്റലിയിലെ കോറിനാൾഡോയിൽ ഒരു ദരിദ്ര കർഷകന്റെ മകളായി ജനിച്ചു. മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ പിതാവ് കുടുംബവുമായി നെറ്റൂണിയോയിലേക്ക് താമസം മാറി. മരിയയുടെ 10ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. മരിയ താമസിച്ചിരുന്ന ഭവനത്തിനടുത്ത് ധനികരായ സെറിനെല്ലി കുടുംബക്കാർ താമസിച്ചിരുന്നു. അവരുടെ ജോലിക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസുന്ത. അലക്സാൻഡ്രോ സെറിനെല്ലി പല പ്രാവശ്യം മരിയയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു. അവൾ പാപകരമായ ഈ പ്രവൃത്തിയെ ചെറുത്തുനിന്നു. അവസാനം അവൾ വിവരം അമ്മയെ ധരിപ്പിച്ചു. എന്നിട്ട് അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: എന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടി പാപത്തിനു ഞാൻ കീഴ്പ്പെടുകയില്ല. ഒരു ദിവസം മരിയ വീട്ടിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാൻഡ്രോ കടന്നു വരികയും അവളെ പാപത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. ഞാൻ മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുവാൻ വഴങ്ങുകയില്ലെന്ന് അവൾ പറഞ്ഞു. വിറപൂണ്ട അലക്സാൻഡ്രോ കുപ്പായത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കഠാരയെടുത്ത് 14 പ്രാവശ്യം മരിയയെ കുത്തി. വിവരമറിഞ്ഞ് ഓടിയെത്തിയ അവളുടെ അമ്മ സ്ഥലത്തെത്തി വൈദികനെ വിളിച്ചു. മരണാസന്നയായ അവൾ വൈദികനോട് പറഞ്ഞു: ഞാൻ അലക്സാൻഡ്രയോട് ക്ഷമിക്കുന്നു. ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ വെച്ച് അവൾ മരണത്തിന് കീഴടങ്ങി. 1902 12ാം വയസ്സിൽ അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1950 12ാം പിയൂസ് പാപ്പ മരിയ ഗോരിത്തിയെ പുണ്യവതി എന്ന് നാമകരണം ചെയ്തു. 2.5 ലക്ഷം പേർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു. അവളുടെ 82 വയസ്സുള്ള അമ്മയും 2 സഹോദരിമാരും 1 സഹോദരനും അവളുടെ ഘാതകൻ 69 വയസ്സുള്ള അലക്സാൻഡ്രോയും 27 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അവിടെ സന്നിഹിതരായിരുന്നു. 12 വയസ്സ് മാത്രമുണ്ടായിരുന്ന അവളുടെ വിശുദ്ധ ജീവിതം എല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറിയ ഗോരേറ്റിതൻ തിരുമുന്നിൽ നിന്നു നാം ജീവിത പടവുകളേറി, ക്ഷമയും സഹനവും സത്യവും നമ്മുടെ യാത്രക്കകമ്പടിയേകി. ലില്ലിതൻ പൂക്കളിൽ വിഷമഘട്ടങ്ങളിൽ സ്മരണയായ അനുഗ്രഹമേകി, സ്മരണയായ അനുഗ്രഹമേകി. അഗതികൾക്കാശ്രയമനിവാര്യമെന്നുള്ള കാരുണ്യഭാവം നിറയ്ക്കാൻ
പിടിക്കാൻ അഭിമാനമേകുമാ താണ്ടിയ ദൂരങ്ങൾ തീണ്ടാതെ അഹമെന്ന ഭാവം, തീണ്ടാതെ അഹമെന്ന ഭാവം. മറിയ ഗോരേത്തിതൻ തിരുമുന്നിൽ നിന്നു നാം ജീവിത പടവുകളേറി, ജീവിത പടവുകളേറി. തുടക്കത്തിൻ ഊർജമായി മാറിയ പുണ്യദേഹിക്കു പ്രണാമം. വിശ്വത്തിലാകവേ മാസ്മര ചൈതന്യ ദർശനമേകുന്ന ദിവ്യഭാവം, അനുഗ്രഹമേകനെ വാഴ്ക നിറയെ നീ അന്തരാളത്തിൻ പൊരുളേ, അനശ്വരയായവൾ നീയേ. മറിയ ഗോരേത്തിതൻ തിരുമുന്നിൽ നിന്നു നാം ജീവിത പടവുകളേറി, ക്ഷമയും സഹനവും സത്യവും നമ്മുടെ യാത്രക്കകമ്പടിയേ. ലില്ലിവൻ പൂക്കളിൽ വിഷമഘട്ടങ്ങളിൽ സ്മരണയായ അനുഗ്രഹമേകി, സ്മരണയായ അനുഗ്രഹമേകി. മറിയ ഗോരേത്തിതൻ തിരുമുന്നിൽ നിന്നു നാം ജീവിത പടവുകളേറി, ജീവിത പടവുകളേറി.